അങ്ങനെ നമ്മൾ ധർമ്മടം ബീച്ച് എത്തി. ആ ബീച്ചിനോട് ചേർന്നുള്ളൊരു പാർക്ക് അവിടെ കാണാം. അതിന് സമീപമുള്ള ചെറിയ ചെറിയ ദൃശ്യങ്ങളാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ധർമ്മടം ബീച്ചിലേക്ക് എൻ്റർ ചെയ്യാണ്. ധർമ്മടം ബീച്ച് പൊളിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്ന് മടങ്ങി പോരില്ല, എനിക്ക് ഉറപ്പാണ്. കാരണം ഒരുപാട് സമയം അവിടെ ചിലവഴിക്കാം. നമുക്ക് രാവിലെ നേരത്തെ പോയതുകൊണ്ട് അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റി. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ പോയിൻറ്റ്സാണ്. അവിടെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. എടുത്തു പറയേണ്ടിയിരിക്കുന്നു, മുഴപ്പിലങ്ങാട് ബീച്ച് പോലെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ നമുക്കത് തീർച്ചയായിട്ടും ആകർഷിക്കപ്പെടും. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ കുറേ കല്ലുകളൊക്കെ ഇങ്ങനെ കടൽ തിരമാല അടിച്ച് ഫോംഡായിട്ടുള്ള കല്ലുകളുണ്ട്. അതിനിടയ്ക്കൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കാനും പല സിനിമകളിലൊക്കെ അവിടെ ഗാനരംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഏതൊക്കെ പടങ്ങളാണെന്ന് നമുക്ക് ഓർമ്മ വരില്ലെങ്കിലും പല ചിത്രങ്ങളിലും കണ്ടിട്ടുള്ളതായിട്ട് തോന്നുന്നു. ആ കാണുന്നതാണ് ധർമ്മടം ഐലൻഡ്. അങ്ങോട്ടിപ്പോൾ നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. കാരണം വേലിയേറ്റ സമയത്ത് അവിടെ വെള്ളം കയറി വരുന്നതുകൊണ്ട് നമുക്ക് നടന്നു പോകാനായിട്ട് സാധിക്കില്ല. വെള്ളം ഇറങ്ങിയ സമയത്ത് നമുക്ക് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് പ്രവേശനം അനുവദിക്കുന്നില്ല. ഇതാണ് ധർമ്മടം ബീച്ചിനകത്ത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ കല്ലുകൾ. ഈ കല്ലുകൾക്കിടയിൽ നിന്നുള്ള ചിത്രീകരണം വളരെ മനോഹരമാണ്. അത് അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നിങ്ങൾക്ക് ആവർത്തിച്ച് കാണാവുന്നതാണ്. നമ്മൾ വീഡിയോ എല്ലാ ഭാഗവും കവർ ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ അവിടെ ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാട് പാട്ട് രംഗങ്ങളൊക്കെ ഗാനരംഗങ്ങളൊക്കെ ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചു. അതുപോലെ അവിടെ നെയ്ത്തുകാർ മീൻ പിടിക്കാൻ പോകുന്നവർ അതിനു മുൻപായിട്ട് അവർ വലയൊക്കെ ഒരുക്കുന്ന രംഗങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണണം. എത്ര കണ്ടാലും മതി വരാത്ത, എത്ര സമയം ചിലവഴിച്ചാലും മതി വരാത്ത രംഗങ്ങളാണ് ഇവിടെ. ഉച്ചസമയം ഒഴിവാക്കണം എന്ന് തന്നെയാണ് ഞാൻ നിർദ്ദേശിക്കുക. കാരണം ആ വെയിലിൻ്റെ ചൂട്ടത്ത് നിങ്ങൾക്ക് നിൽക്കാനായിട്ട് പിടിച്ച് നിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ രാവിലെ നേരത്തെ പോവുക, അതല്ലെങ്കിൽ ഏറ്റവും നന്നായിരിക്കുക ഒരു 3:30-4 മണി സമയം മുതൽ പിന്നെ നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിൽ അവിടെ ചിലവഴിക്കാം. സൺസെറ്റൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി കളിക്കാനായിട്ട് സാധിക്കും. കാരണം അത്ര ആഴമില്ലാത്ത പ്രദേശമാണ്, സേഫാണ്. ആ ഐലൻഡിലേക്ക് ഇവിടെ നിന്ന് നടന്നു പോകാൻ പറ്റുന്ന പറയാം. ധർമ്മടം ബീച്ചിൻ്റെ അടുത്തുള്ള തുരുത്താണ്. ഇവിടെ വന്നു കഴിഞ്ഞത് കാണാൻ വളരെ മനോഹരമായിട്ടുള്ള രംഗമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വന്നിരിക്കണം. ആ കാണുന്നതാണ് ധർമ്മടം ഐലൻഡ്. അവിടേക്ക് നമുക്ക് കളിക്കാനായിട്ട് പറ്റും. പക്ഷേ വേലിയേറ്റ സമയത്ത് പറ്റില്ല. രാവിലെ നേരത്തെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് നടന്നു പോകാനായിട്ട് സാധിക്കും. വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിരിക്കണം. ബീച്ചുകൾ ആരാധിക്കുന്ന ആളാണ്, കടലുകൾ കാണാൻ താല്പര്യമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ണൂരിലേക്ക് ഇതുവരെ യാത്ര ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും യാത്ര ചെയ്യുക. ബീച്ചുകളുടെ ഒരു പർദീസ് തന്നെയാണ് കണ്ണൂർ. ഒരുപാട് ബീച്ചുകളുണ്ട്. അതിൽ ഫേമസാണ് ഇതൊക്കെ. ധർമ്മടം, മുഴപ്പിലങ്ങാട്, തോട്ടട ബീച്ച്, ഏഴര ബീച്ച്, ആദികടലായി ബീച്ച്, അതുപോലെ ഐക്കര ഹാർബർ, മാപ്പിള ബേ, ഇതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കണ്ണൂർ ടൗണിനോട് ചേർന്നുള്ള ലൈറ്റ് ഹൗസും അവിടുത്തെ വാക്വേയും അറക്കൽ മ്യൂസിയവും സെൻറ്റ് ആഞ്ചലോസ് ഫോർട്ടും ഒക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ മീൻകുന്ന് ബീച്ചുണ്ട്. പിന്നെ അവിടുന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ കാട്ടാമ്പള്ളി പോയാൽ നിങ്ങൾക്ക് ബോട്ട് സവാരിയൊക്കെ നടത്താം. കായൽ ടൂറിസം അവിടെ DTBC എല്ലായിടത്തും വളരെ മനോഹരമായിട്ട് എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. കാട്ടാമ്പള്ളിയിൽ കയാക്കിംഗ് ഉണ്ട്, ബോട്ട് സർവീസ് ഉണ്ട്, പെഡൽ ബോട്ടുകളുണ്ട്. ഗ്രൂപ്പുകളായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടുകളിലൊക്കെ സഞ്ചരിക്കാം. ഇത് ധർമ്മടം ബീച്ച് എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഫിഷിങ്ങിന് പോകുന്നതിന് മുൻപായിട്ട് അവർ നെറ്റൊക്കെ തയ്യാറാക്കി വെക്കുകയാണ്. ഇത് നിങ്ങളെന്താ ചെയ്യണത്? പിടിക്കാൻ പോകുന്നതിന് വൈകിട്ടാണ് പോവുക. രാത്രിയിൽ പോയിട്ട് രാവിലെ 7 മണിക്ക് മീനൊക്കെ പിടിച്ച് തിരിച്ചു വരുന്ന പറയണത്. രാത്രിയിൽ പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ രാത്രിയിൽ തിരക്ക് കുറവായിരിക്കും, മറ്റ് ബോട്ടുകാർ കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട് സൗകര്യമാണെന്ന് പറയുന്നു. രാവിലെ തന്നെ മീനുമായിട്ട് കരയിലെത്തും. അപ്പോൾ ആ പോകുന്നതിന് മുൻപുള്ള മുന്നൊരുക്കങ്ങളാണ് ഈ കാണുന്നത്. വലയൊക്കെ ഒരുക്കി തയ്യാറാക്കി പോയി കഴിഞ്ഞാൽ അന്ന് തന്നെ മടങ്ങി വരുമോ? രാത്രിയിലാണ് കൂടുതൽ മീൻ കിട്ടുക. രാത്രി കുറച്ച് തോണിക്കാർ കുറയും. അത് ശരി ശരി. ഇവിടെ ബാധിക്കില്ല അല്ലേ? അത് അവിടെ അകലാണ് അല്ലേ? ഓ സീസൺ സമയം
അതെ 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 നോക്കണേ കാല് കൊളുത്തി വീറുക, കാല് കൊളുത്തിയിട്ട് വീറും മുന്നോട്ട് നടക്കുന്നത് കാണൂല വില. നൈസ് സാധനം. ബീച്ചിനോടടുത്ത് താമസിക്കുന്നവർക്കൊക്കെ മീൻപിടുത്തം ഒരു പ്രധാന വരുമാന മാർഗം തന്നെയാണ്. മീൻപിടുത്ത തൊഴിലാളികളാണ് ഭൂരിഭാഗം പേരും മത്തിയുടെ സമയം ബീച്ചിനോടടുത്ത പ്രദേശങ്ങളിലൊക്കെ താമസിച്ചു വരുന്നത്. വേറെ 10-30 ആൾ കൂടിയിട്ട് പോകും. ഓ ഉള്ളു പോണ വഴി വലിയ പുറത്തോട്ട്. ശരി ശരി. അവരോട് അല്പസമയം സംസാരിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഫോട്ടോഷൂട്ട് തുടങ്ങി. കുട്ടികളൊക്കെ ധാരാളം ഫോട്ടോസ് എടുത്തു. പല പോസുകളിൽ, പല കല്ലുകളിൽ, പല വെളിച്ചത്തിൽ, പല ആംഗിളിൽ ഒക്കെ ഫോട്ടോസ് എടുക്കാനായിട്ട് സാധിച്ചു. കുറേയും കൂടെ നല്ല ക്യാമറകളും നല്ല ലൈറ്റിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ചിത്രീകരണത്തിന് സാധ്യതയുണ്ട് അവിടെ. ഈ കല്ലുകൾക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഇത് ചെങ്കല്ലാണ്, പക്ഷെ തിരയടിച്ച് ഉപ്പുവെള്ളം തുടർച്ചയായിട്ട് അടിക്കുന്നതുകൊണ്ട് അത് ദ്രവിച്ചിട്ടായിരിക്കാം ഈ രൂപത്തിലായിട്ടുള്ളത്. സ്വീറ്റി സാൻഡി അവിടെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കിലാണ്. അവർ റീൽസിനൊക്കെ വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണ്. Okay, next stop. കഴിഞ്ഞു. ചാന്തനീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ കഴിഞ്ഞു. റീന ഇങ്ങനെ നാണിച്ച് മറഞ്ഞു നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കല്ലുകളുടെ ഭംഗി അവിടെ നേരിട്ട് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും നേരിട്ട് കണ്ണൂർ വിസിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഇത്തരം രംഗങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. മിനിമം മുഴുപ്പിലങ്ങാട് ബീച്ചും ധർമ്മടം ബീച്ചും പയ്യാമ്പലം ബീച്ചെങ്കിലും കണ്ടിരിക്കണം. അതുപോലെ തന്നെ ടൗണിലുള്ള ലൈറ്റ് ഹൗസും ഫോർട്ടും അറക്കൽ മ്യൂസിയവും കാണാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.